എൻ്റെ വീഡിയോ ഇത്രയും വലിയ സ്ക്രീനിൽ കണ്ടപ്പോഴേ എനിക്കെന്നെ അതിശയം. ആ കുരങ്ങിൻ്റെ ഓരോ രോമങ്ങളും ക്ലിയറായിട്ട് കാണുന്നതൊക്കെ അല്ലേ? ഓരോ രോമങ്ങൾ നല്ല ക്രിസ്റ്റൽ ക്ലിയറായിട്ട് കാണാം. ഒരു സ്മാർട്ട് TV വരുന്നുണ്ടെന്ന് പറഞ്ഞ് പാഴ്സലുകാർ വിളിച്ചു. ഞാനത് കളക്ട് ചെയ്യാനായിട്ട് ജംഗ്ഷനിലോട്ട് വരാൻ പറഞ്ഞു. ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. വൂ എന്ന് പറയുന്ന കമ്പനിയുടെ 4K 55 ഇഞ്ചിൻ്റെ TV ആണ് ആക്ച്വലി വന്നത്. 2 പേര് ചേർന്നാണ് ഈ ഒരു TV ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്. അപ്പോൾ ഇതേ ഇരിക്കുന്നു നമ്മുടെ ഏറ്റവും പുതിയ വൂ ആൻഡ്രോയിഡ് TV. വൂ TV എന്നും പറയും, VU TV എന്നും പറയും. 55 ഇഞ്ചാണ്, വലിയ സൈസാണ്. കണ്ടില്ലേ, ഞാനിവിടെ ഇരുന്നിട്ട് തന്നെ അതിൻ്റെ ഒരു സൈസ് നിങ്ങൾക്ക് മനസ്സിലാവും. അതിന് വേണ്ടി കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൻ്റെ തൊട്ട് മുമ്പിൽ തന്നെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിത് അൺബോക്സ് ചെയ്യുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ഇതിൻ്റെ ഒരു സ്റ്റാൻഡാണ്. അപ്പോൾ അത് കണക്ട് ചെയ്യാനുള്ള സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ടാവും. നോക്കാം. അമ്മേ, ഒറ്റയ്ക്ക് പൊക്കാൻ പാടാ. യെസ്, ഇത് ഭയങ്കര സൈസാണ് കേട്ടോ. 55 ഇഞ്ചെന്ന് പറഞ്ഞാൽ കളിച്ച കാര്യമല്ല. ഇനി അത് കൂടാതെ ഇതിനകത്തുള്ളത് ഇതേ ഒരു റിമോട്ട്, നെറ്റ്ഫ്ലിക്സ്, യൂട്യൂബ്, ഗൂഗിൾ പ്ലേ, പ്രൈം വീഡിയോ, അതുപോലെ ഹോട്ട്സ്റ്റാർ, അതുപോലെ ഗൂഗിൾ അസിസ്റ്റൻറ്റ് തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം ഡയറക്റ്റ് ഷോർട്ട് കട്ട് കീകളുള്ള ഒരു റിമോട്ട്. അതുപോലെ നമ്മൾ ആ കണ്ട ബ്രാക്കറ്റുകളുണ്ടല്ലോ, അതിൻ്റെ ടേബിൾ മൗണ്ട്, അത് ഫിറ്റ് ചെയ്യുന്നതിനുള്ള സ്ക്രൂസ്, റിമോട്ടിൽ ഇടാനായിട്ടുള്ള ഒരു പെയർ ബാറ്ററി, ഇതിൻ്റെ ഒരു ക്വിക്ക് സെറ്റപ്പ് ഗൈഡ്, ഇതിൻ്റെ ഒരു യൂസർ മാനുവൽ. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഒറ്റയ്ക്ക് ഒരാളെ കൊണ്ട് ഹാൻഡിൽ ചെയ്യുക പാടാണ്. ഒരു സ്മാർട്ട് ഫോൺ റിവ്യൂ ചെയ്യുന്നതിന് ഈ പാടില്ല. കൊച്ചു സാധനമല്ലേ, കൊച്ചൈറ്റമല്ലേ. ഇത് വലിയ വെയിറ്റും വലിയ രണ്ടാളും. അപ്പോൾ ഇത് അതിൻ്റെ ആംഗിൾ ബ്രാക്കറ്റാണ്. അതായത് നമ്മൾ ഈ വോൾ മൗണ്ടഡ് ആംഗിൾ ബ്രാക്കറ്റുകളാണ്. നമുക്ക് ഈ ഒരു TVയെ ഭിത്തിയിൽ കണക്ട് ചെയ്യണമെങ്കിലുള്ള ആംഗിൾ ബ്രാക്കറ്റാണ്. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ സ്റ്റാൻഡ് ഒന്ന് ഫിക്സ് ചെയ്യാണ്. പക്ഷേ നിങ്ങൾ ഈ TV മേടിക്കുന്നെങ്കിൽ ഇത്രയും പാടുപെടേണ്ട കാര്യമില്ല. കാര്യം വെച്ചാൽ ഇതിൻ്റെ കസ്റ്റമർ കെയറിൽ നിന്ന് ആൾ വന്നിട്ട് നിങ്ങൾക്കിതെല്ലാം കണക്ട് ചെയ്ത് തരാൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ നമുക്ക് റിവ്യൂ ചെയ്യാനായിട്ട് TV അയച്ചു തരുമ്പം ഇതെല്ലാം നമ്മൾ തന്നെ ചെയ്യണമല്ലോ, അതാണ് പ്രശ്നം. ഓക്കെ, ഇവിടെ സെറ്റായി. ഇതൊക്കെ പാടാൻ നോക്ക്. ഫോണാണേ വല്ല പാടും ഉണ്ടായിരുന്നല്ലേ. ഗുഡ്. ഓക്കെ, ഓണാക്കിയപ്പോൾ തന്നെ ഇങ്ങനെ കാണിക്കുന്നില്ലേ, കാലിഫോർണിയ പ്രീമിയം ആൻഡ്രോയിഡ് 4K TV. ഈ കാണുന്നൊരു സംഗതി ഉണ്ടല്ലോ, ഗൂഗിളിൻ്റെ ഒരു ലോഗോ ബൂട്ടപ്പ് സ്ക്രീനിൽ കാണുന്നൊരിത്. നമ്മൾ പ്യുവർ ആൻഡ്രോയിഡ് TV ആണെങ്കിൽ നമുക്ക് ഈ ഒരു ബൂട്ടപ്പ് സ്ക്രീനിൽ തന്നെ ഈ ഒരു ലോഗോ കാണാൻ സാധിക്കും. അപ്പോൾ ആദ്യം ഇത് ഓൺ ചെയ്യുമ്പോൾ തന്നെ ഇതുപോലെ ലാംഗ്വേജ് സെലക്ഷൻ ചോദിച്ചു. ഞാൻ ഇത് ഇംഗ്ലീഷ് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ആൻഡ്രോയിഡ് TV ആയിട്ടുള്ളൊരു ഗുണമാണ് ഇതിനകത്ത് കണ്ടില്ലേ, ഗൂഗിൾ പ്ലേ ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ആപ്ലിക്കേഷൻസ് ഈ ഒരു TVയിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ TVയുടെ ഒരു ഹോം സ്ക്രീൻ എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഒരു TVയിലേക്ക് നമ്മുടെ ഫോൺ കാസ്റ്റ് ചെയ്യാൻ സാധിക്കും വയർലെസ്ലി. അതൊരു ഗൂഗിൾ അസിസ്റ്റൻ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് റിമോട്ട് ഇല്ലാതെ തന്നെ നമുക്ക് സംസാരിച്ചുകൊണ്ട് ഇതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിനകത്ത് ആപ്ലിക്കേഷൻസിൻ്റെ അണ്ടറിലായിട്ട് ഇത് നെറ്റ്ഫ്ലിക്സ് ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, ഗൂഗിൾ പ്ലേ, ഹോട്ട്സ്റ്റാർ, പ്രൈം വീഡിയോ, ഗൂഗിൾ പ്ലേ സ്റ്റോർ, അങ്ങനെ പോകുന്നു. മറ്റ് മീഡിയാസ് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം നമുക്കിനി എന്തെങ്കിലും ഒരു യൂട്യൂബിലൊരു വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഞാനിപ്പോൾ യൂട്യൂബ് എടുത്തു. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് വന്നിട്ടുണ്ട്. ഇതേ നമ്മൾ ചെയ്തിരിക്കുന്ന വീഡിയോസൊക്കെ വലിയ സ്ക്രീനിൽ ഇതുപോലെ കാണാൻ സാധിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഗാലക്സി S20 പ്ലസിൻ്റെ ചെയ്ത വീഡിയോ ഒന്ന് ഓപ്പൺ ചെയ്യാം. എനിക്ക് വയ്യ. എൻ്റെ വീഡിയോ ഇത്രയും വലിയ സ്ക്രീനിൽ കണ്ടപ്പോഴേ എനിക്കെന്നെ അതിശയം. ഇല്ലേ, സലിംകുമാർ ഇങ്ങനെ തിയേറ്ററിനകത്ത് നോക്കിയിരിക്കുന്ന ഒരു ട്രോള് വരും. അതാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് എൻ്റെ വീഡിയോ. നോക്കി എന്ത് വലിയ സൈസാണ് നോക്കി. ഇതൊരു ക്വാളിറ്റി അല്ലേ, നല്ല ക്വാളിറ്റി പിക്ചേഴ്സാണ്. 4K ആണ്, നല്ല ക്വാളിറ്റി പിക്ചേഴ്സ് തന്നെയാണ് നൽകുന്നത്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഈ ഒരു TVയുടെ സൗണ്ട് ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. എൻ്റെ തന്നെ ഒരു വീഡിയോ ഞാൻ പ്ലേ ചെയ്യാണ്. അപ്പോൾ നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ അൺബോക്സ് ചെയ്യുന്നത് ഒരു പുതിയ സ്മാർട്ട് ഫോണാണ്. ഇൻഫിനിക്സ് എന്ന കമ്പനി പുറത്തിറക്കിയിരിക്കുന്ന S5 Pro എന്ന സ്മാർട്ട് ഫോൺ. ഞാൻ സൗണ്ട് 32 വരെ കൂട്ടിയിട്ടുള്ളൂ. അതായത് ഏകദേശം ഒരു ഇത് മൊത്തം ഇതിൻ്റെ സൗണ്ടിൻ്റെ ഒരു 1/4 ഭാഗം മാത്രം. എന്നിട്ട് തന്നെ അടുത്തിരിക്കാൻ വയ്യ, അത്രയ്ക്കുള്ള സൗണ്ടാണ്.
അപ്പോൾ നല്ല സൗണ്ട് ഔട്ട്പുട്ട് ഉണ്ട് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. അതുപോലെ പിക്ചർ ക്വാളിറ്റി ഒരു രക്ഷയില്ല, നല്ല ക്വാളിറ്റി ഉണ്ട്. 15 വാട്ടിൻ്റെ വീതം 2 സ്പീക്കറുകൾ കൊടുത്തിട്ടുണ്ട്. അതായത് മൊത്തത്തിൽ 30 വാട്ട് സൗണ്ട് ഔട്ട്പുട്ടാണ് ഈ ഒരു ടി വിയിൽ നിന്ന് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ മികച്ച സൗണ്ട് ഔട്ട്പുട്ട് തന്നെയാണെന്ന് പറഞ്ഞു കൊള്ളട്ടെ. ചുറ്റുമുള്ള ബെസൽസ് കണ്ടില്ലേ, വളരെ തിന്നാണ്. ബെസൽലെസ് ആയിട്ടുള്ളൊരു നല്ല ഡിസ്പ്ലേ തന്നെയാണ്, വളരെ മനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ ആണെന്ന് പറയാതിരിക്കാൻ വയ്യ. 43 ഇഞ്ചിൻ്റെയും 50 ഇഞ്ചിൻ്റെയും 55 ഇഞ്ചിൻ്റെയും 4K ടി വികളാണ് വൂ എന്ന കമ്പനി പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ബോക്സിൻ്റെ പുറത്ത് തന്നെ ഇതിൻ്റെ ഒരു സ്പെസിഫിക്കേഷനൊക്കെ എഴുതിയിട്ടുണ്ട്. വൂ കാലിഫോർണിയ ആൻഡ്രോയിഡ് ടി വിയാണ്, ഇതൊരു പ്യുവർ ആൻഡ്രോയിഡ് ടി വിയാണ്, അത് എടുത്ത് പറയുന്നു. അതുപോലെ 55 ഇഞ്ചാണ് ഇതിൻ്റെ ഡയഗണൽ ബേസിലുള്ള സൈസ്, അതായത് 139 സെൻറ്റിമീറ്റർ വരും. പ്രീമിയം UHD സ്മാർട്ട് ടി വി ആണ്, അതായത് 400 നിറ്റ്സ് ആണ് ഇതിൻ്റെ ഒരു ബ്രൈറ്റ്നസ് ലെവൽ. അതുകൊണ്ട് തന്നെ മികച്ച ഒരു ബ്രൈറ്റ്നസ് നമുക്ക് ഈ ഒരു ടി വിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഗൂഗിൾ അസിസ്റ്റൻറ്റ് ഇൻബിൽറ്റ് ആയിട്ട് ഇതിനകത്തുണ്ട്. അതുപോലെ ക്രോം കാസ്റ്റ് ബിൽറ്റ് ഇൻ ആയിട്ടുണ്ട്. അതായത് നമുക്ക് മൊബൈലൊക്കെ കാസ്റ്റ് ചെയ്തുകൊണ്ട്, അതായത് ഈ ഒരു ടി വിയിലേക്ക് മൊബൈലിലെ ഡിസ്പ്ലേ ഒക്കെ വയർലെസ്ലി നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ഹൈ ഡൈനാമിക് റേഞ്ച് HDR ഉണ്ട്. അതുപോലെ ഡോൾബി ഉണ്ട്, HDR10 ഉണ്ട്, HLG ഉണ്ട്, DTS വെർച്വൽ സൗണ്ട് സിസ്റ്റം ഉണ്ട്. ഇങ്ങനെ മൊത്തത്തിൽ എല്ലാം കൊണ്ടും അടിപൊളിയായിട്ടുള്ള എല്ലാ ഐറ്റമുള്ള ഒരു മോഡലാണ് ഈ ഒരു ടി വി. അതുപോലെ ഇതിൻ്റെ ഇൻറ്റേർണൽ മെമ്മറി വന്നിട്ട് 16 GB ഉണ്ട്. അതിനകത്ത് ഏകദേശം 11 GB നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ബാക്കി ഇതിൻ്റെ ആപ്ലിക്കേഷൻസും സോഫ്റ്റ്വെയർ കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. അതുപോലെ 2 GB RAM ആണ് ഇതിനകത്ത് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ ആൻഡ്രോയിഡ് 9 പൈൽ അധിഷ്ഠിതമായിട്ടാണ് ഈ ഒരു ടി വി പ്രവർത്തിക്കുന്നത്. മാലി 470 MB എന്ന പ്രോസസ്സറിൻ്റെ ക്വാഡ് കോർ പ്രോസസ്സറാണ് ഈ ഒരു ടി വിയിൽ നൽകിയിരിക്കുന്നത്. അതുപോലെ ഈ ഒരു ടി വിക്ക് വീഡിയോ അപ്സ്കെയിലിംഗ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ കൂടിയുണ്ട്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഇത് 4K ടി വിയാണ്. ഇൻ കേസ് നമ്മൾ 4K അല്ല അതിൽ താഴെയുള്ള ഫുൾ HD കണ്ടൻറ്റുകളൊക്കെ കണ്ടാൽ പോലും അതിനെ 4Kയിലേക്ക് അപ്സ്കെയിൽ ചെയ്തിട്ടാണ് ഇത് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയും 4K അല്ലാത്ത കണ്ടൻറ്റുകൾ കണ്ടാൽ പോലും ആ ഒരു 4K ക്വാളിറ്റി നമുക്ക് ഈ ഒരു ടി വിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇതിനകത്ത് ക്രിക്കറ്റ് മോഡ് എന്ന് പറയുന്ന ഒരു മോഡുണ്ട്. ആ മോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ക്രിക്കറ്റ് കളി കാണുകയാണെങ്കിൽ ആ ക്രിക്കറ്റ് മാച്ചിൻ്റെ ബോൾ വളരെ ഷാർപ്പായിട്ട് നമുക്ക് കാണത്തക്ക വിധത്തിൽ കുറച്ചുകൂടെ എന്താ പറയുന്ന ഒരു എൻഹാൻസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ടി വി ആ ഒരു അത്രയും ക്വാളിറ്റി നമുക്ക് നൽകുമെന്നുള്ളതാണ് ഈ ഒരു ക്രിക്കറ്റ് മോഡിൻ്റെ പ്രത്യേകത. കൂടാതെ ഹോട്ട്സ്റ്റാർ, റാക്യൂറ്റൻ വിക്കി, 2B ഫ്രീ മൂവീസ് ആൻഡ് TVs, അതിൽ യൂട്യൂബ് കിഡ്സ്, കുട്ടികൾക്ക് വേണ്ടിയിട്ട് യൂട്യൂബ് കാണാനുള്ള ഓപ്ഷനായിട്ടുള്ള അതുണ്ട്. TUDN, ഇങ്ങനെയുള്ള ഓരോ വീഡിയോകൾ കാണാനുള്ള പല പല ആപ്ലിക്കേഷനുകളാണ് ഈ കൊടുത്തിരിക്കുന്നത് പ്രധാനമായിട്ടും. ഇപ്പോൾ ഈ കാണുന്ന ആപ്ലിക്കേഷൻസുകളെല്ലാം ഇതിനകത്ത് ആൾറെഡി ഡിഫോൾട്ടായിട്ട് ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് വരുന്നത്. ബാക്കിലായിട്ട് ആൻറ്റിന കണക്ട് ചെയ്യാനുള്ള പോർട്ടുണ്ട്. അതുപോലെ ഹെഡ്സെറ്റ് കണക്ട് ചെയ്യാനുള്ള പോർട്ട്, HDMI പോർട്ടുകൾ. HDMI പോർട്ട് തന്നെ ഏകദേശം 3 HDMI പോർട്ട് നൽകിയിട്ടുണ്ട്. പിന്നെ അതുപോലെ 2 USB പോർട്ട് നമുക്ക് ഇവിടെ ആയിട്ട് കാണാം. അതുപോലെ ഈതർനെറ്റ് കണക്ട് ചെയ്യാനുള്ള പോർട്ടുണ്ട്, ലാൻ കേബിൾ കണക്ട് ചെയ്യാനുള്ള പോർട്ടുണ്ട്. അതുപോലെ ഡിജിറ്റൽ ഓഡിയോ ഔട്ടിനുള്ള ഒരു പോർട്ട് ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സാധാരണ ഓഡിയോ വീഡിയോ ഔട്ട് അതിനൊക്കെയുള്ള പോർട്ടുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു ടി വി ഇല്ലേ, 55 ഇഞ്ചിൻ്റെ ടി വി, ഇതിൻ്റെ ഒരു പ്രൈസ് നിങ്ങൾ എത്രയായിരിക്കും ഊഹിക്കുന്നത്? സത്യത്തിൽ അവിടെയാണ് വൂ നമ്മളെയൊക്കെ ഞെട്ടിച്ച് കളഞ്ഞത്. ഈ ഒരു 55 ഇഞ്ചിൻ്റെ ഇത്രയും വലിപ്പമേറിയ ടി വി ആയിട്ട് പോലും, അല്ലെങ്കിൽ ഇത്രയും ഫീച്ചറുള്ള ടി വി ആയിട്ട് പോലും ഇതിൻ്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് 31,999 രൂപ മാത്രമാണ്. 50 ഇഞ്ചിൻ്റെ അതിൻ്റെ വിലയെന്ന് പറയുന്നത് 27,999. 43 ഇഞ്ചിൻ്റെ അതിൻ്റെ വില 24,999 രൂപയാണ്. 55 ഇഞ്ചിൻ്റെ ഒരു ടി വിയിൽ നിങ്ങൾ മറ്റേതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ വിലയൊന്ന് അന്വേഷിച്ച് നോക്കും, അപ്പോൾ അറിയാം ഇത് കൂടുതലാണോ കുറവാണോ. എനിക്ക് ഉറപ്പുണ്ട് ഇത് മികച്ച പ്രൈസിംഗ് ആണ്. നല്ല എന്താ പറയുക, മാർക്കറ്റിൽ ഇന്ന് ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മികച്ചൊരു പ്രൈസാണെന്ന് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ ഈ ഒരു ടി വിയുടെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലെ മനോഹരമായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ്, ജയരാജ്.